ഏകദിന കാർണിവൽ ഓഫ് ജോയ് നാളെ റാന്നിയിൽ ജനുവരി 25 വെള്ളി രാവിലെ 10-ന് വടശ്ശേരിക്കര കുമ്പളാംപൊയ്ക CMS ഹൈസ്കൂൾ ഓഡിറ്റോറിയം. തോമസ് ഊട്ടി ബ്രദേഴ്സ് ശുശ്രൂഷിക്കുന്നു. ഏകദിന കാർണിവൽ ഓഫ് ജോയ് അടുത്തയാഴ്ച കോതമംഗലത്ത് ഫെബ്രുവരി 1 വെള്ളി രാവിലെ 10-നും വൈകിട്ട് 5:30-നും കലാ ഓഡിറ്റോറിയം. തോമസ് ഊട്ടി ബ്രദേഴ്സ് ശുശ്രൂഷിക്കുന്നു. ഏകദിന കാർണിവൽ ഓഫ് ജോയ് അടുത്തയാഴ്ച അടിമാലിയിൽ ഫെബ്രുവരി 2 ശനി ശുശ്രൂഷ രാവിലെ 10-ന് പഞ്ചായത്ത് ടൗൺ ഹാൾ. തോമസ് ഊട്ടി ബ്രദേഴ്സ് ശുശ്രൂഷിക്കുന്നു. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. വീണ്ടും നമുക്കൊന്ന് ചായിരിപ്പാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം ദയവ് ചെയ്ത് ഒന്ന് സന്തോഷിച്ചേ, ഒന്ന് ചിരിച്ചേ. ഇന്ന് ഈ പ്രഭാതത്തിൽ ചിരിക്കുമ്പോൾ തന്നെ ഐ ഗ്യാരണ്ടി യു, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ചിരിക്കുമ്പോൾ തന്നെ എല്ലാം വിടുതലായി കഴിഞ്ഞിരിക്കുക. പിശാചിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ കരയുന്നത് കാണാൻ. പക്ഷെ ഇന്ന് പകൽ പറഞ്ഞു, നോ ഐ വിൽ ഡാൻസ് ആൻഡ് റിജോയ്സ്. സന്തോഷിപ്പീൻ. ഒന്ന് പറഞ്ഞ എൻ്റെ കൂടെ, സന്തോഷിപ്പീൻ. എല്ലാ ഇപ്പോഴും സന്തോഷിപ്പീൻ. ചിലർ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, തങ്കുബ്രദറിന് അതൊക്കെ പറയാം. ഞാൻ പറയട്ടെ, എല്ലാം സാഹചര്യം നന്നായിട്ടല്ല ഇത് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, സന്തോഷിപ്പീൻ. എല്ലാ ഇപ്പോഴും സന്തോഷിപ്പീൻ. പിന്നെയും ഞാൻ പറയുന്നു, സന്തോഷിപ്പീൻ. ഓൾവേസ് റിജോയ്സ്. അതല്ലേ യേശു. യേശു എന്ന് പറയുന്ന ഒരു മതസ്ഥാപകനല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവം മനുഷ്യനായത് മനുഷ്യൻ ആരാന്ന് മനുഷ്യനെ കാണിച്ചു കൊടുക്കാനാണ്. To enjoy the creation of God. കർത്താവ് യേശുവിൻ്റെ ആഗ്രഹം 2013 that we should walk truly in what he has ordained for us to keep. ഇന്നത്തെ മെസ്സേജ് 31-ാം തീയതി മെസ്സേജിൻ്റെ ബാലൻസാ. We are going off to the message right away. God bless you. ചേർന്ന് പാടാം. ഇറങ്ങിയേ
2012 ഇത് കൂടാതെ നടന്ന റിമാർക്കബിൾ ടെസ്റ്റിമണീസ് സ്റ്റേജിൽ വന്നപ്പോൾ ഐ വാസ് വീപ്പിംഗ്. ഞാൻ വാസ്തവത്തിൽ കരഞ്ഞുപോയി. ഐ ഷോ യു ജസ്റ്റ് വൺ ഓഫ് ദം. ഈ ബ്രദറിന് 22 വർഷത്തിലധികമായിട്ട് കഠിനമായ മദ്യപാനമായിരുന്നു. ഏകദേശം 1.5 ലിറ്ററോളം മദ്യം താൻ ദിവസവും കഴിക്കുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെയാ പറഞ്ഞത്, 2 പെഗ് രാവിലത്തേക്കിന് വെക്കും, അതിന്റെ കെട്ടുവിടാനായി സൗരം. സൗദിയിൽ വെച്ചും ഇത് തുടർന്നോ? സൗദിയിൽ വെച്ചും കഴിച്ചുകൊണ്ടായിരുന്നു. എല്ലാ ദിവസവും കഴിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം ഒരു ദിവസം ചാനൽ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ TV പ്രോഗ്രാം കണ്ടു. ഇദ്ദേഹത്തിന് ബൈബിൾ പ്രോഗ്രാം ഒട്ടും ഇഷ്ടമുള്ള ആളല്ല. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് കണ്ടിട്ട് വീണ്ടും മാറി. പക്ഷേ അത് ചാനൽ മാറ്റിയപ്പോൾ വീണ്ടും ആ ചാനലിലേക്ക് വരണം. തങ്കുറാന് അന്ന് ശുശ്രൂഷിക്കായിരുന്നു. ഒരാഗ്രഹം വന്നു. അങ്ങനെ ഒന്നൊരു 10 മിനിറ്റോളം താൻ കണ്ടു. വീണ്ടും പിറ്റേ ദിവസം ആ പ്രോഗ്രാം കാണുവാൻ വേണ്ടി താൻ മൊബൈലിൽ റിമൈൻഡർ വെച്ചു. അങ്ങനെ മൊബൈലിൽ റിമൈൻഡ് ചെയ്യാൻ ടൈം സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ഇത് കാണാനില്ലാത്ത പ്രോഗ്രാം ആയതുകൊണ്ട് പിറ്റേ ദിവസം കാണത്തില്ല. അതുകൊണ്ട് മറന്നു പോയാലും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ടൈം സെറ്റ് ചെയ്ത് വെച്ചു, അലാറം വെച്ചിരുന്നു. അങ്ങനെ ഇദ്ദേഹം പിറ്റേ ദിവസം പ്രോഗ്രാം കണ്ടപ്പോൾ തങ്കുറാർ ഇങ്ങനെ പറഞ്ഞു, യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്, യേശുവെ എന്ന് ഒരു വാക്ക് വിളിച്ചാൽ മതി, കർത്താവ് നിങ്ങളെ സ്പർശിക്കുമെന്ന് പറഞ്ഞു. അന്ന് വരെ ഈ സൗരം കേട്ടത് കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ മാത്രം. എന്തായിരുന്നു സൗരം? ഞാൻ ആ വാചകം പലപ്പോഴും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ സമീപത്തുണ്ട്, ഹൃദയത്തിൽ വാതിൽക്കൽ നിൽപ്പുണ്ടെന്നുണ്ട്. പക്ഷെ അന്ന് തങ്ക ബ്രദർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ എൻ്റെ ഹൃദയത്തിലോട്ടാണ് താന്നുപോയി ആ വാക്കുകൾ. അത് കഴിഞ്ഞ് അവസാനത്തെ 1 മിനിറ്റ് ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. ആ പ്രാർത്ഥനയുടെ സമയത്ത് തങ്കവർദ്ധർ പറഞ്ഞു, ഇന്ന് നമുക്ക് മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആ കൂട്ടത്തെ തങ്കവർദ്ധൻ്റെ കൂടെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇതിനിടയിൽ പല പ്രാവശ്യം ഞാനത് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിർത്തും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും അത് തുടരും. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ശ്രമിച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ആവശ്യം നിൻ്റെ കയ്യിലോട്ട് വിട്ടു തരികയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിച്ചോളാൻ പറഞ്ഞു. കർത്താവിനോട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയായത് ആ കൂടത്തിൽ. അത് കഴിഞ്ഞു, ആ ദിവസം കഴിഞ്ഞു. വീണ്ടും ഏതാണ്ട് ഒരാഴ്ചയോളം ഞാനത് തുറന്നുകൊണ്ട് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല. അതങ്ങ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴേ ഞാനായിരുന്നു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല, ഓർത്തുപോലും ഇല്ല. ഇപ്പൊ എത്ര നാളായി നിർത്തിയിട്ട്? ഇപ്പൊ 4-5 മാസത്തോളാവുന്നു. സൗദിയിൽ അവധിക്ക് വന്ന ഇപ്പൊ അവധിക്ക് വന്നതാണ്. റിയാദിലും പോയി ബഹ്റിനും പോയി കർത്താവിന്റെ സാക്ഷിയായി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ശ്രമിച്ച് പരാജയപ്പെട്ടവരെ വിടുവിപ്പാൻ എന്റെ രാജാവായ യേശു ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. മദ്യപാന കെട്ടുകൾ പൊട്ടും, മന്ത്രവാദ കെട്ടുകൾ പൊട്ടും, രോഗചങ്ങലകൾ അഴിയും. Jesus, glorify your name on the earth, and glorify your name, Jesus. Glorify your name, and clap and say thank you Jesus. You may be seated. The Bible says that he has appropriated and acknowledged us by putting the seal upon us, giving us the Holy Spirit. നമ്മെ അവൻ അംഗീകരിച്ച് അവൻ തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. Why is the Holy Spirit given upon our lives? എന്തിനു വേണ്ടിയാ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്? What is the relevance of the word power in 2013? 2013 ശക്തി എന്ന വാക്കിന്റെ പ്രസക്തി എന്താണ്? The book of Acts, the Bible says God anointed Jesus with Holy Spirit and power. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം, വേദപുസ്തകം ഇങ്ങനെ പറയുകയാണ്,
ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരിക്കുന്നു. By the resurrection of Jesus, Jesus said like this, you will receive the Holy Spirit. You will receive power when the Holy Spirit comes upon you. പുനരുത്ഥാനത്തിന് ശേഷം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. Hallelujah. Hallelujah. Jesus did not say anything else. He said the Holy Spirit will come, with it will come the power. ഓ, യേശു മറ്റൊന്നും പറഞ്ഞില്ല. താൻ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. Power of God. ദൈവത്തിന്റെ ശക്തി. The word power in the book of Acts means the ability of God. അപ്പോസ്തല പ്രവൃത്തികളിൽ ശക്തി എന്ന വാക്കിന്റെ അർത്ഥം അത് ദൈവത്തിന്റെ കഴിവുകൾ എന്നത്രേ. The same ability of God is placed into us by the Holy Spirit. ദൈവത്തിന്റെ അതേ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. And the same power which is in us was in Christ Jesus also. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴുള്ള അതേ ശക്തി തന്നെ ക്രിസ്തു യേശുവിലും മുമ്പുണ്ടായിരുന്നു. Hallelujah. Hallelujah. In the Old Testament times, പഴയ നിയമകാലത്തിൽ they had to use the power. അവർക്ക് ആ ശക്തിയെ ഉപയോഗിക്കണം. Today we are the powerhouse. എന്നാൽ ഇപ്പോൾ തന്നെ നമ്മളോ ശക്തി കേന്ദ്രമത്രേ. Hallelujah. Hallelujah. I remember old Moses. ഓ, പഴയ മോശയെ ഞാൻ ഓർക്കുന്നു. When he was standing in front of the Red Sea, താൻ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ oh, he was helpless. താൻ നിസ്സഹായനാ. Helpless. നിസ്സഹായൻ. You know what his profession was? എന്താണ് തന്റെ ജോലി എന്തായിരുന്നെന്ന് അറിയാമോ? He was a shepherd. താൻ ഒരു ആട്ടിടയനായിരുന്നു. He is used to goats. താൻ ആടുകളുമായിട്ടാ തനിക്ക് പരിചയം. If you ask him what does a goat do, he will say so. ഒരു ആടിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ അവനോട് ചോദിച്ചാലും വിശദമായി പറഞ്ഞു തരും. But today he is not in a front of a herd of goat. He is in front of the Red Sea. എന്നാൽ ഇപ്പോഴോ താൻ ഒരു ആട്ടിൻ പറ്റത്തിന് മുമ്പിലല്ല, താൻ ചെങ്കടലിന് മുമ്പിൽ അത്രേ നിൽക്കുന്നത്. Hallelujah. Hallelujah. The sea is roaring. People are cursing. Enemies are coming. Mr. Moses, you are not used to it. ഓ, കടൽ നിന്നെ നോക്കി അലറുന്നു, ശത്രു പിന്നാലെ വരുന്നു, നിന്റെ കൂടെയുള്ള ജനം ഓ ശപിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്നു. പ്രിയ മോശേ, നീ എന്താ ചെയ്യാൻ പോണത്? Oh, he's not used to it. തനിക്ക് ഇതൊന്നും പരിചയമുള്ള കാര്യമല്ല. But God said, എന്നാൽ ദൈവം പറഞ്ഞു, oh, command the dry sea to separate. ഓ, നീ ആ ചെങ്കടലിനെ നോക്കി നീ രണ്ടായിട്ട് വിഭജിക്കുവാൻ നിന്റെ വടി And എന്നിട്ട് as he took the rod, താൻ ആ വടി എടുത്ത് നീട്ടിയപ്പോൾ wow, the sea got separated. ആ ചെങ്കടൽ ഇതാ അത്ഭുതകരമായി പിളർന്നു. He is not used to it. തനിക്കത് മുൻ പരിചയമുള്ള കാര്യമല്ല. When he obeyed God, എന്നാൽ താൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ the unnatural happened over there. അസ്വാഭാവികമായത് അവിടെ സ്വാഭാവികമായി നടന്നു. Hallelujah. Hallelujah. They had to obey, use the power. അവർക്ക് ആ ശക്തിയെ ഉപയോഗിക്കണം, അനുസരിക്കണമായിരുന്നു. Oh, but the time of Jesus came. എന്നാൽ യേശുവിന്റെ കാലം വന്നു. When he was standing at the Sea of Galilee, താൻ ഗലീല കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ and the disciples were in problem. ഓ, ശിഷ്യന്മാർ പ്രശ്നത്തിലായിരുന്നു. Jesus came to the Sea of Galilee. യേശു ഗലീല കടലിന് മുമ്പിൽ വന്നു നിന്നു. He did not take a stick. താൻ ഒരു വടി എടുത്തില്ല. He did not take a cloak. മേൽക്കുപ്പായം എടുത്തില്ല ഏലിയാവിനെ പോലെ. No, Jesus did not say that. താൻ യേശു അങ്ങനെ ഒന്നും ചെയ്തില്ല. Do you know what Jesus did? യേശു എന്താ ചെയ്തെന്ന് He അറിയാമോ? did not separate, താൻ ഗലീല കടലിനെ വിഭജിച്ചില്ല. but he walked over it. താൻ അതിന് മീതെ നടന്നുപോയി. He walked over it. താൻ അതിന് മീതെ The നടന്നുപോയി. anointed one, അഭിഷിക്തനായവൻ, the carrier of the Holy Spirit, പരിശുദ്ധാത്മാവിനെ he വഹിക്കുന്നവൻ, did not even bother about the അവൻ circumstance. സാഹചര്യത്തെ കുറിച്ച് നോക്കിയതേയില്ല. Whatever is the circumstance, സാഹചര്യം എന്തുമാകട്ടെ, stop crying. നിലവിളിക്കുന്നത് നിർത്താം. Walk forward. മുന്നോട്ട് നടക്കാം. Hallelujah. Hallelujah. Come out treading upon serpents and scorpions in the name of Jesus. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്ക് യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. Don't wait for the Red Sea to separate. ഓ, ചെങ്കടൽ പിളരാൻ കാത്തു നിൽക്കണ്ട. You are carrying
carrier of the presence of God. ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്നവനാ നീ. For you, walking in water, walking on the land is the same. വെള്ളത്തിന് മീതെ നടക്കുന്നതും കരയുടെ മീതെ നടക്കുന്നതും നിനക്ക് ഒരുപോലെയാ. Unnatural things are going to happen. 2013 is a year of peace. We will not say, oh Galilee. We will say, oh Jesus, I can do all things through Christ who strengthens me. അസ്വാഭാവികമായ കാര്യങ്ങൾ അത് സ്വാഭാവികമായി നടക്കുന്നു. യേശു മുഖാന്തരം, യേശുവേ, ഓ എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും. Can you shout hallelujah? Hallelujah! I cannot believe such a strong presence of God is covering this whole stadium. ഓ എത്ര ശക്തമായ ദൈവ സാന്നിധ്യം ഈ സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. If Jesus was endued with the power of God, ദൈവത്തിന്റെ ശക്തിയാൽ യേശു നിറഞ്ഞിരുന്നുവെങ്കിൽ there should be something special in Jesus. അപ്പോൾ യേശുവിൽ എന്തോ ചിലത് പ്രത്യേകത ഉണ്ട്. The word says വചനം പറയുന്നു that your faith, your dependence should not be in the wisdom of man or in man, but in the power of God. നിന്റെ വിശ്വാസം, നിന്റെ ആശ്രയത്വം അത് മനുഷ്യനിലോ മനുഷ്യന്റെ ജ്ഞാനത്തിലോ അല്ല, മറിച്ച് ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം, ദൈവത്തിന്റെ ശക്തിയിൽ. We have depended on many things, നാം പല കാര്യങ്ങളിൽ ആശ്രയിച്ചിട്ടുണ്ട്. but everything has failed us. അതെല്ലാം നമ്മെ പരാജയപ്പെടുത്തി. But let me tell you, we will not be shaken. 2000 year he will establish us with power and honor, and his own glory will be shown and demonstrated on this earth. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, 2013 അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ നിന്നെ പരാജയപ്പെടുത്തുകയില്ല. അവൻ നിനക്ക് മാന്യത തരും, നിനക്ക് ശക്തി തരും, സമാധാനം തരും, നിന്നെ മാന്യനാക്കി ദേശത്ത് ഉയർത്തും. How many of you will say amen? എത്ര പേർ ആമേൻ പറയും? Can you shout the name of Jesus? യേശുവിന്റെ നാമം ഒന്ന് ആർത്ത് വിളിക്കാമോ? Oh Jesus, യേശു, Jesus, യേശു, Jesus, യേശു, Jesus, യേശു, Jesus, യേശു. I will tell you who are those who are going to walk in the power of God. ആരാ ഈ ദൈവത്തിന്റെ ശക്തിയിൽ നടക്കാൻ പോകുന്നത്? Number 1, ഒന്ന്, Jesus said, യേശു പറഞ്ഞു, those who are thirsty come to me. ദാഹിക്കുന്നവർ ഏവരും എന്റെ അരികിൽ വരിക. And those who believe, വിശ്വസിക്കുന്നവർ out of their belly അവരുടെ ഉള്ളിൽ നിന്ന് will flow rivers of water. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. Tonight's message ഇന്ന് രാത്രിയുടെ സന്ദേശം is for everyone here and everyone listening to me through the media. ഇവിടെ ഇരിക്കുന്ന സകലർക്കു വേണ്ടിയും മീഡിയയിൽ കൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാ. But this will be effective upon those who are thirsty for God. എന്നാൽ ഇത് പ്രായോഗികമാകുന്നത്, ഇതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നത് ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവർക്ക് വേണ്ടി മാത്രം. What is thirsty? എന്താകുന്നു ദാഹം? Thirsty means ദാഹം എന്നാൽ utmost obedience to God. ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണം. To be bold
witnesses for him. As witnesses, being bold. ധൈര്യമുള്ള സാക്ഷികളാകുക. Thirsty. ദാഹം. Thirsty. ദാഹം. I don't want to live an ordinary life. ഒരു സാധാരണ ജീവിതം എനിക്ക് വേണ്ട. I don't want to be a part of this world or worldliness. ഈ ലോകത്തിന്റെയോ ഈ ലൗകികതയുടെയോ ഒരു ഭാഗമാകുവാൻ ഞാനില്ല. I want to stand as a sign. ഒരടയാളമായി എനിക്ക് നിൽക്കണം. Sign of blessing, sign of his good works, sign of his power walking on this earth. അനുഗ്രഹത്തിന്റെ അടയാളം, അവന്റെ നല്ല പ്രവർത്തികളുടെ അടയാളം, അവന്റെ നന്മകളുടെ അവന്റെ പ്രവർത്തനങ്ങളുടെ അടയാളം ഈ ഭൂമിയിൽ എനിക്ക് വെളിപ്പെടുത്തണം. Thirsty for God. ദൈവത്തോടുള്ള ദാഹം. You want power? നിങ്ങൾക്ക് ശക്തി വേണമോ? You want when to walk in the power? ശക്തിയിൽ നടക്കണമോ? It won't happen by my laying of hands or my leg also. നിങ്ങളുടെ മേൽ കയ്യോ കാലോ വെച്ച് അനുഗ്രഹിച്ചാലും അങ്ങനെ നടക്കില്ല. It is the attitude that has to change. നിങ്ങളുടെ മനോഭാവം അതത്രേ മാറേണ്ടത്. Those who are thirsty for God, ദൈവത്തോട് ദാഹമുള്ളവർ, they will compromise on anything to just say, Jesus, I want to please you. അവർ ഒന്നിനോടും വിട്ടുവീഴ്ച കാണിക്കില്ല. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്റെ യേശുവേ എനിക്ക് നിന്നെ ഒന്ന് പ്രസാദിപ്പിക്കണം. People might speak against us. മറ്റുള്ളവർ നമ്മെ കുറിച്ച് മോശമായി പറഞ്ഞേക്കാം. I want to, അവരോടൊന്ന് മല്ലിടണമെന്ന് എനിക്കുണ്ട്. but I will not, എന്നാൽ ഞാൻ ചെയ്യില്ല. because Jesus said so. കാരണം യേശു അങ്ങനെ പറഞ്ഞിരിക്കുക. By obeying Jesus യേശുവിനെ അനുസരിക്കുന്നത് might be painful. അത് ചിലപ്പോൾ വേദന ഉണ്ടാക്കുന്നതാകാം. Someone who has hurt me, how can I leave him? ഒരാൾ എന്നെ വേദനിപ്പിച്ചാൽ അയാളെ വിട്ടുകളയുന്നത് എങ്ങനെ? But I am thirsty. എന്നാൽ എനിക്ക് ദാഹമുണ്ട്. I will not fight with him, ഞാൻ അതുകൊണ്ട് അവനോട് മല്ല് പിടിക്കാൻ പോവില്ല. but I will trust him. ഞാൻ അവനിൽ ആശ്രയിക്കും. Painful, ഒരല്പം വേദനയുണ്ട് എനിക്ക്, painful. വളരെ വേദനയുണ്ട്. But because I am thirsty, എന്നാൽ എനിക്ക് ദാഹമുള്ളത് കൊണ്ട് it is no longer I, ഇനിമേൽ Christ ജീവിക്കുന്നത് ഞാനല്ല, lives inside. ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. The devil will tell you, come on, do this and do that. പിശാച് വേണേ പറയും, വാ വാ വാ, അത് ചെയ്യ് ഇത് ചെയ്യ്, അവനുമായി മല്ല് പിടിക്കുക, അവനെ അങ്ങനെ വിട്ടാക്കൊള്ളുകയില്ല. I am thirsty for God. പക്ഷേ എനിക്ക് ദൈവത്തോട് ദാഹമുണ്ട്. I am thirsty for God. ഞാൻ ദൈവത്തോട് ദാഹമുള്ളവനാ. Jesus said, യേശു പറഞ്ഞു, you want power? നിനക്ക് ശക്തി വേണമോ? You want the Holy Spirit? നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണമോ? Are you thirsty? നിനക്ക് ദാഹമുണ്ടോ? Ready to obey? അനുസരിപ്പാൻ തയ്യാറാണോ? Are you ready to obey? നീ അനുസരിപ്പാൻ തയ്യാറാണോ? I'm going to give you another helper. ഞാൻ നിനക്കൊരു മറ്റൊരു കാര്യസ്ഥനെ തരാൻ The പോവാ. Holy Spirit will come and help you. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. If you are thirsty, നിനക്ക് ദാഹമുണ്ടെങ്കിൽ, if you are thirsty, നിനക്ക് ദാഹമുണ്ടെങ്കിൽ, if you are thirsty, നിനക്ക് ദാഹമുണ്ടെങ്കിൽ come to me. എന്റെ അരികിൽ വരുവീൻ. Tonight, ഇന്ന് രാത്രി I want to scream and tell ആർത്ത് വിളിച്ച് ഞാൻ പറയട്ടെ, anyone who is thirsty, ദാഹിക്കുന്ന ആരെങ്കിലും come to Jesus. യേശുവിലേക്ക് വരുവീൻ. Jesus. യേശു. Hallelujah. Hallelujah. And he will fill you. അവൻ നിന്നെ നിറയ്ക്കും. 2013 രണ്ട് വാക്കുകളാണ് എടുത്ത് കർത്താവ് പറഞ്ഞത്. ഒന്ന് പവർ, രണ്ട് പീസ്. അതാ 2 കൊരിന്ത്യരിലെ വചനം. പവർ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാകുന്ന നിത്യജീവനിൽ നിറഞ്ഞ് ദിനംതോറും കർത്താവ് എങ്ങനെ നടന്നോ അതേ സ്വഭാവത്തിൽ, അതേ സ്വഭാവത്തിനകത്ത്, ദൈവത്തിൻ്റെ സ്വഭാവത്തിനകത്ത് ശക്തിയും കഴിവുകളും ഇരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ശക്തി വേണം, സ്വഭാവം വേണ്ട. അത് നടക്കത്തില്ല. കർത്താവിൻ്റെ സ്വഭാവം അതാണ് കർത്താവ് പറഞ്ഞ കാര്യം. ഒന്ന്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരണം എന്ന് പറഞ്ഞാൽ
യേശു ക്രിസ്തു പത്രോസിൻ്റെ പടകിൽ കയറി ഇപ്പോൾ പത്രോസ് അവിടെ വല കഴുകിക്കൊണ്ടേയിരിക്കുന്നത്. അതുപോലെയാണ് ചിലർ. ഒരു ക്രൂസൈഡ് നടത്താനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും, വേണം വീട് തുറന്നു കൊടുക്കും, ഓഡിറ്റോറിയം കൊടുത്തു, പക്ഷേ തന്നെ പടകത്തിനകത്ത് കയറുന്ന പരിപാടിയൊന്നുമില്ല. കണ്ടക്ടേഴ്സായിട്ടിരിക്കുക. കർത്താവിന് ആയിട്ടല്ല ആൾക്കാരെ വേണ്ടിയ കോ വർക്കറായിട്ടാണ് വേണ്ടിയത് എന്ന് പറഞ്ഞാൽ നീയും കൂടെ പടകിൽ കയറി നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ ആ നേച്ചറിൽ നടക്കുമ്പോഴാണ് യു വിൽ സീ ഓൾ ദി ബ്ലെസ്സിങ്സ്. അതാ കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവർ ദോസ് ആർ ഡിസൈറസ് ഓഫ് ദിസ് കം ടു മീ, എന്നെ കണ്ട് പഠിപ്പി. ഈ രണ്ടും കൂടെ ചേരുമ്പോൾ യു വിൽ വാക്ക് ഇൻ ദ പവർ ഓഫ് ഗോഡ്. ആ സീൽ, ആ പാഷൻ നിങ്ങളുടെയും എൻ്റെ അകത്ത് വരട്ടെ. ദ പാഷൻ ടു സെർവ് ദ ലോർഡ്, the passion to see the impossible happen, the passion to see your life in the hands of Jesus Christ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ എനിക്കറിയാം ആരുടെയോ റൈറ്റ് കണ്ണിനകത്ത് ഒരു ട്യൂമറസ് ഗ്രോത്ത് കാരണം നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മുമ്പേ തന്നെ ഞാൻ പറയാം, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ കണ്ണിലെ ആ ഗ്രോത്ത് മാറി, ആ റൈറ്റ് കണ്ണിലെ കാഴ്ച ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഐ കമാൻഡ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഗോ ലെറ്റ് ഇറ്റ് ബി ഹീൽഡ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമാകട്ടെ, അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യാണ്. ഇന്ന് വ്യാകുലതയോടെ ഇരുന്നവർ അത്ഭുത വഴികൾ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. കരുണ കൂടെ ഉണ്ടായിരിക്കണം. കർത്താവെ, ശത്രുവിൻ്റെ മുമ്പിൽ നീ മേശ ഒരുക്കുന്ന കർത്താവാണല്ലോ. പാനപാത്രത്തെ കവിഞ്ഞൊഴുകുകയും ചെയ്യും. ആൻഡ് മൈ കപ്പ് റണ്ണത്ത് ഓവർ. ഈ വർഷം കർത്താവെ, ചെറിയ അഭിഷേകത്തിൻ്റെ അല്ല, കവിഞ്ഞൊഴുകുന്ന അഭിഷേകം, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം, കവിഞ്ഞൊഴുകുന്ന സമാധാനം, കവിഞ്ഞൊഴുകുന്ന എല്ലാ മേഖലകളിലും കവിഞ്ഞൊഴുകുന്ന നിറഞ്ഞു ഒഴുകുന്ന അനുഭവം ഉണ്ടാകട്ടെ. ബ്ലെസ് മൈ ഫാദർ. കാണുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരുണയിൽ സ്തുതിക്കണം. പ്രാർത്ഥനയിട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ആഴ്ച, അടുത്ത ദിവസം വീണ്ടും കാണും വരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹലോ, ഒന്നുകൂടെ പറഞ്ഞേ, സന്തോഷിപ്പീൻ, ഇപ്പോഴും സന്തോഷിപ്പീൻ. പിന്നെയും ഞാൻ പറയുന്നു, സന്തോഷിപ്പീൻ. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടോ? അതോ ഈ വെളുപ്പത്തിൽ ആരും എണ്ണേക്കാറില്ലേ? ഉണ്ടെങ്കിൽ ആ കൈ പിടിച്ച് നല്ലപോലെ, അങ്ങനെ തന്നെ കൈ ഒന്ന് പിടിച്ച് പറയണം, സന്തോഷിപ്പീൻ, ഇപ്പോഴും സന്തോഷിപ്പീൻ. പിന്നെയും ഞാൻ പറയുന്നു, സന്തോഷിപ്പീൻ. ഈ ദിവസങ്ങൾ മുഴുവൻ സന്തോഷത്തിൽ, ക്രിസ്തു യേശുവിലുള്ള സന്തോഷത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്തും ഞാൻ ചെയ്യാൻ സാധ്യത ഉണ്ട്, ശക്തിയുണ്ടെന്നുള്ള സന്തോഷത്തിൽ കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു. ഏകദിന കാർണിവൽ ഓഫ് ജോയ് നാളെ റാന്നിയിൽ ജനുവരി 25 വെള്ളി രാവിലെ 10 വടശ്ശേരിക്കര കുമ്പളാംപൊയ്ക CMS ഹൈസ്കൂൾ ഓഡിറ്റോറിയം. തോമസ് കുട്ടി ബ്രദേഴ്സ് ശുശ്രൂഷിക്കുന്നു. ഏകദിന കാർണിവൽ ഓഫ് ജോയ് അടുത്തയാഴ്ച കോതമംഗലത്ത് ഫെബ്രുവരി 1 വെള്ളി രാവിലെ 10 വൈകിട്ട് 5:30 കലാ ഓഡിറ്റോറിയം. തോമസ് കുട്ടി ബ്രദേഴ്സ് ശുശ്രൂഷിക്കുന്നു. ഏകദിന കാർണിവൽ ഓഫ് ജോയ് അടുത്തയാഴ്ച അടിമാലിയിൽ ഫെബ്രുവരി 2 ശനി ശുശ്രൂഷ രാവിലെ 10 പഞ്ചായത്ത് ടൗൺ ഹാൾ. തോമസ് കുട്ടി ബ്രദേഴ്സ് ശുശ്രൂഷിക്കുന്നു. Like him, the lion and the lamb,